കൊടിയ ഗാർഹിക പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതുല്യയുടെ മാതാപിതാക്കൾ ഇന്നലെ 24-ലൂടെ പങ്കുവച്ചത്. 17-ാം വയസ്സിൽ കല്യാണം നിശ്ചയിച്ചതു മുതൽ അതുല്യ സതീഷിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഏതു സാഹചര്യത്തിലും പിടിച്ചു നിന്ന അതുല്യ ഒരു ദിവസം പെട്ടെന്ന് ആത്മഹത്യ ചെയ്യില്ല എന്നും ഇത് കൊലപാതകം തന്നെയാണെന്നും കുടുംബം പറയുന്നു. ആദ്യം ആ പ്രതികരണങ്ങളിലേക്ക്. മകള് ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി, അവളുടെ മകൾക്ക് വേണ്ടി ഓവർ മദ്യപാനമാവുന്ന സമയത്ത് ഒരുപാട് ആക്രമണത്തിനവയും വളരെ മൃഗീയമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ മകൾ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയായിരുന്നു. മദ്യപാനം ഇല്ലാത്തപ്പോൾ അവന് യാതൊരു കുഴപ്പമില്ല. മദ്യം ഓവറായിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വയലൻ്റ് ആവുകയും ഇത്രയും ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്തവനാണ്. പെൺകുട്ടി സഹിക്കാൻ പറ്റാത്തതൊക്കെ അവൾ സഹിച്ചത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഇവർ തങ്ങളുള്ള ഇഷ്യൂ ഞാൻ ഫോണിൽ കൂടി നേരിട്ടും ലൈവും എല്ലാം കണ്ടിട്ടുണ്ട്. അവൾ ഒരിക്കലും അത് ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മോള് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര ജീവനവക്ക്. അങ്ങനെയുള്ളവൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് അക്കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ഇങ്ങനെയുള്ള ഗതി ഉണ്ടാവരുത്. എൻ്റെ പൊന്നുമോള് വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു, അമ്മ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കാണിച്ചിട്ടുണ്ട്, പലവട്ടവും കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നുമോളെ നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ച് കിടക്കുന്നത്. അന്നേരമൊക്കെ അവള് പറയാം, അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം നോക്കിയാ ഞാൻ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്. പ്ലേറ്റ് വെച്ച് തലയ്ക്ക് അടിച്ച് 3-4 തുണ്ടായി പ്ലേറ്റ്, എന്നിട്ട് ശരീരത്തിന്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് എല്ലാം പാടുകളായിരുന്നു എൻ്റെ കുഞ്ഞിന്റെ. എൻ്റെ മോളെ അടിച്ചു കൊന്നതായിരിക്കും, അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതായിരിക്കും, അല്ലാതെ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല. ജോലിക്ക് രാത്രിയാവും, അവൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അവൻ അവിടെ കാണണമെന്നും പറഞ്ഞ് അതും വിട്ടില്ല. പലവട്ടം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരു തരത്തിലും വയ്യ, ഒരു തരത്തിലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. കൂടെ പഠിച്ച കൊച്ചുങ്ങളെ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആണ് പോലോ പെണ്ണു പോലോ അവരെന്തെങ്കിലും സംസാരിക്കുകയോ കൈ കാണിക്കുകയോ ചെയ്ത് അവൻ വീട്ടിൽ ചെന്നിട്ട് അടിക്കും. പെൺകുഞ്ഞുങ്ങൾ സംസാരിച്ചാലും അവനിഷ്ടമല്ല. അവൻ അന്നേരം അവളുമായിട്ട് വഴക്കടിച്ച് അവളെ ഉപദ്രവിക്കും. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ അവന് എൻ്റെ കുഞ്ഞിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. നിസാര കാര്യത്തിന് റോഡിൽ കൂടെ 2 പേരും കൂടെ പോയാലും എങ്ങോട്ടെങ്കിലും ഒരു ബീച്ചിലോ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ ആമ്പിള്ളാർ നോക്കിയെന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ അടിക്കുമായിരുന്നു, മുറി കൊണ്ടിട്ടിട്ട്. അവന് സംശയരോഗമാണ്. എൻ്റെ മോൾക്ക് നീതി കിട്ടണം. എൻ്റെ മോളെ അവൻ കൊന്നതാ. ഒരിക്കലും എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യത്തില്ല. ഈ കേസ് തെളിയിക്കണം. എന്ത് പറഞ്ഞാലും അവന് ശിക്ഷ കൊടുക്കണം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സുജിത് സുരേന്ദ്രനാണ് ചേരുന്നത്. സുജിത്തെ, വിപഞ്ചികയുടെയും വൈഭിയുടെയും ആ ഒരു മരണത്തിന്റെ ഞെട്ടൽ കേരളത്തിൽ മാറിയിട്ടില്ല. സമാനമായ സംഭവം, തനിയാവർത്തനം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇയാൾക്ക് സംശയരോഗം ഉണ്ടായിരുന്നു. ഇത് ഇത്ര വർഷങ്ങളാണ്, 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എത്രയോ വർഷങ്ങൾ ആ കുട്ടി ഇത് സഹിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ കൊലപാതകമെന്ന ഒരു സംശയം കൂടെ കുടുംബം പറയുന്നുണ്ടല്ലോ. ഏത് രീതിയിലുള്ള നിയമ നടപടിക്കൊക്കെ ആയിരിക്കും ഇനി അവർ നീങ്ങുന്നത്? ക്രിസ്റ്റീന, നമുക്കറിയാം തേവലക്കര വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച നാടാണ്. അവിടെ തേവലക്കരയ്ക്ക് സമീപത്തുള്ള കോയിവിള സൗത്തിലാണ് ഈ കുട്ടിയുടെ അതുല്യയുടെ വീട്. അതുപോലെ തന്നെ കേരളപുരത്ത്, കൊല്ലം ജില്ലയിൽ തന്നെ കേരളപുരത്ത് വിഭഞ്ചിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അനുഭവിച്ച ദുരന്തങ്ങളും ഭർത്താവിൽ നിന്ന് നേരിട്ട കൊടിയ പീഡനങ്ങളും നമ്മൾ കണ്ടു. അതിന് സമാനമായ രീതിയിൽ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പീഡനങ്ങൾ അതുല്യ ഭർത്താവിൽ നിന്നും നേരിട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അതും 10 വർഷത്തിലേറെ പീഡനം നേരിടേണ്ടി വന്നു. മകൾക്ക് വേണ്ടി എല്ലാം സഹിച്ചു എന്നാണ് ഈ അതുല്യ ബന്ധുക്കളോടും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തിനോടും ഒക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ അത്രയും കൊടിയ പീഡനങ്ങൾ സഹിച്ച് ഒടുവിൽ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് അതുല്യ നീങ്ങില്ല എന്ന് തന്നെയാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. കാരണം കൊലപ്പെടുത്തിയതാകാമെന്നുള്ള സംശയം തന്നെയാണ് വീട്ടുകാർക്കും അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കൾക്കുമൊക്കെ ഉള്ളത്. അല്ലാതെ അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നിവരൊക്കെ തന്നെ ഉറച്ച് വിശ്വസിക്കുകയാണ്. കാരണം അത്രയ്ക്ക് വലിയ പീഡനങ്ങളാണ് ഈ ഭർത്താവ് സതീഷിൽ നിന്നും ഈ അതുല്യ നേരിട്ടിരുന്നതെന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അമ്മ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ നാൾ മുതൽ തന്നെ ഇത്തരത്തിൽ കൊടിയ രീതിയിൽ, വലിയ രീതിയിൽ പീഡിപ്പിച്ചിരുന്നു. ഒരു സൈക്കോയെ പോലെയായിരുന്നു ഈ സതീഷ് പെരുമാറിയിരുന്നുള്ളതാണ്. സതീഷിൻ്റെ വീട് ശാസ്താംകോട്ടയാണ്, ഇവരുടെ വീടിന് അടുത്ത് തന്നെയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞ്
ഈ കുട്ടി ഉണ്ടായതിനു ശേഷവും നിരന്തരം പീഡിപ്പിക്കുന്നു. മകൾ ആരാധ്യയുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാം സഹിച്ചതെന്നാണ് പറയുന്നത്. ഈ മകളുമൊത്ത് 3 മാസം മുമ്പ് വിദേശത്തേക്ക് പോയിരുന്ന അതുല്യ തിരികെ മകളുടെ വിദ്യാഭ്യാസം അവിടെ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടേക്ക് തിരിച്ചെത്തിയിട്ട് വീണ്ടും അവിടേക്ക് മടങ്ങിയത്. ഈ ചില ദൃശ്യങ്ങളൊക്കെ തന്നെ തനിക്ക് ഇത്തരത്തിൽ ഭർത്താവിൽ നിന്ന് നേരിടുന്ന ഈ പീഡനങ്ങളൊക്കെ തന്നെ വീട്ടുകാരെയും തൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ അറിയിക്കണം, പുറം ലോകത്തെ അറിയിക്കണമെന്ന നിർബന്ധ ബുദ്ധി കൂടി അതുല്യയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ അതുല്യ ശേഖരിച്ചു വെച്ചിരുന്നതും അത് ജനങ്ങളെ അറിയിക്കാൻ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരിക്കുന്നു. അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മ തുളസിഭായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും സമഗ്രമായ അന്വേഷണം വിഷയത്തിൽ വേണമെന്നുള്ള ആവശ്യമാണ് ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിസ്റ്റീന, രജിത്ത്. ശരി, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മകൾ ആത്മഹത്യ ചെയ്യില്ല, അത് കൊലപാതകമാണ് എന്ന ഗുരുതരമായ ആക്ഷേപവും ആരോപണവുമാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ഉയർത്തുന്നത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സുജിത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.